പുതുവർഷത്തിൽ നമ്മളെ വേദനിപ്പിക്കുന്ന വാർത്തയാണ് ജപ്പാനിലെ വൻ ഭൂചലനം തുടർന്നുണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവരികയാണ്. 7.6 തീവ്രത രേഖപ്പെടുത്തിയ ചലനമാണ് ഇന്ന് സംഭവിച്ചത്. ജപ്പാൻ തീരത്ത് സുനാമി മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സുനാമിക്ക് സമാനമായ ഉയർന്ന തിരമാലകൾ പശ്ചിമ ജപ്പാൻ തീരത്ത് രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. ജപ്പാനിൽ ഇന്ത്യൻ എംബസി കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്കിൽ നിന്ന് എസ് രാംകുമാർ നമുക്കതിന്റെ വിവരങ്ങൾ നൽകും. രാം, ഒരു സുനാമി തിരമാലകളോട് സമാനമായ രീതിയിൽ തിരമാലകൾ ഉയർന്നു പൊങ്ങുന്ന പ്രതിഭാസം ജപ്പാനിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. 7.6 ആണല്ലോ റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭൂചലനത്തിന്റെ തോത്. എത്രമാത്രം നാശനഷ്ടങ്ങൾ ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്? വരും മണിക്കൂറുകൾ നിർണായകമാണോ? വരുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് റാം? ഗോപികൃഷ്ണൻ, ജപ്പാനിൽ ഈ വലിയൊരു ഭൂചലനം ഉണ്ടാവുകയും അതിനെ തുടർന്നുള്ള തുടർ ചലനങ്ങൾ ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം. ജപ്പാനിലെ പ്രാദേശിക സമയം 4 മണിക്കും 7 മണിക്കും ഇടയിലായിട്ട് 40 തുടർ ചലനങ്ങളാണ് അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൻ്റെ എല്ലാം തീവ്രത 3-നും 5-നും ഇടയ്ക്കാണ് എന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ. അവിടുത്തെ സമയം ഒരു 4:30 കൂടിയിട്ടാണ് ഏറ്റവും ശക്തമായ ഭൂകമ്പം രേഖപ്പെടുത്തിയത്. 7.6 ആയിരുന്നു തീവ്രത. ഇത് ഇഷിവാക്ക മേഖലയിലെ നോട്ടോ മുനമ്പിലാണ് ഈ ഒരു വലിയ ഭൂകമ്പം ഉണ്ടായത്. ഇതിനെ തുടർന്ന് ഈ പ്രദേശത്ത് വലിയ തിരമാലകൾ ഉണ്ടായി. 1 മീറ്ററിലധികം തിരമാലകൾ ഉയർന്നു പൊങ്ങിയതിനെ തുടർന്നാണ് അവിടെ സുനാമി മുന്നറിയിപ്പ് നൽകിയത്. ഇതിനോട് സമീപത്തുള്ള പ്രവിശ്യകളിലും ഇപ്പോൾ സുനാമി ജാഗ്രതാ നിർദ്ദേശം ജപ്പാൻ ഭരണകൂടം നൽകിയിട്ടുണ്ട്. ഈ ഒരു പടിഞ്ഞാറൻ മേഖലയിലുള്ള പടിഞ്ഞാറൻ തീരത്തോട് ചേർന്നുള്ള ജനങ്ങളെ അവിടുന്ന് ഒഴിപ്പിക്കാനുള്ള ശ്രമം ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. വലിയ നാശനഷ്ടങ്ങൾ ഈ പ്രദേശങ്ങളിൽ ഇപ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വാജിമ തുറമുഖത്ത് വലിയ തിരമാലകൾ അടിച്ചു. അതിനു പിന്നാലെ ഈ ഭൂകമ്പത്തെ തുടർന്ന് അവിടെ ഒരു വലിയ തീപിടുത്തമുണ്ടായതായും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം 30,000-ലധികം വീടുകളിൽ ഈ വൈദ്യുതി നഷ്ടപ്പെട്ടു. നിരവധി പേരെ പരിക്കേറ്റ് ആശുപത്രികളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, ഇപ്പോൾ ഈ സമീപത്തുള്ള മറ്റ് രാജ്യങ്ങളിൽ കൂടി ചില ആശങ്കകൾ ഈ കാര്യത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ദക്ഷിണ കൊറിയ, അതുപോലെ റഷ്യ എല്ലാം തന്നെ ഈ ഒരു സുനാമി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇത് സുനാമിയാണ് അല്ലെങ്കിൽ ഈ ഉണ്ടായിരിക്കുന്നത് എന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതല്ല ഒരു സുനാമി സാധ്യത ഉണ്ട് എന്ന അപായ സൂചനയാണോ ഇത് നൽകുന്നത്? ഗോപികൃഷ്ണൻ, ഈ ഭൂകമ്പത്തിന് പിന്നാലെ ജപ്പാൻ നൽകിയ മുന്നറിയിപ്പിൽ പറഞ്ഞിരുന്നത് ഈ നോട്ടോ എന്ന് പറയുന്ന ഈ മുനമ്പിൽ ഒരു സുനാമി സാധ്യത, അതായത് അതിതീവ്രമായ ഒരു സാധ്യത ഉണ്ട് എന്നുള്ള കാര്യമായിരുന്നു പറഞ്ഞത്. മറ്റു പ്രവിശ്യകളിൽ സാധാരണ സാധ്യതയുമായിരുന്നു ഇവർ നൽകിയിട്ടുണ്ടായിരുന്നത്. അതേസമയം ഇപ്പോൾ ദക്ഷിണ കൊറിയയുടെ ഒരു മുന്നറിയിപ്പിൽ അവർ സുനാമി തിരകൾ എന്ന് തന്നെയാണ് ഇതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. കാരണം ഈ സുനാമി തിരകളുടെ അതിൻ്റെ ഒരു സ്വഭാവം ഇപ്പോൾ കടൽ കാണിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു സൂചനയാണ് ദക്ഷിണ കൊറിയ മുന്നോട്ട് വയ്ക്കുന്നത്. അതുമാത്രമല്ല, ഈ നോട്ടോ മേഖലയിൽ 5 മീറ്റർ വരെ തിരമാലകൾ ഉയരുമെന്നായിരുന്നു ജപ്പാന്റെ മുന്നറിയിപ്പ്. മറ്റ് പ്രവിശ്യകളിൽ 3 മീറ്റർ വരെ ഈ തിരമാലകൾ ഉയരാനും സാധ്യതയുണ്ട് എന്നാണ് ജപ്പാൻ നൽകിയ മുന്നറിയിപ്പ്. എന്നാൽ ദക്ഷിണ കൊറിയ നൽകുന്ന മുന്നറിയിപ്പിൽ ഇതിൽ കൂടുതൽ തിരമാലകൾ ഉയരുവാനും മറ്റു പ്രദേശങ്ങളിലേക്ക് കൂടി ഈ ഒരു സുനാമി തിരകൾ എത്താനുമുള്ള സാധ്യതയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഗോപികൃഷ്ണൻ, ശരി. ജപ്പാനിൽ റിക്ടർ സ്കെയിലിൽ 7.6 രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായിരിക്കുന്നു. തിരമാലകൾ ഉയർന്നു പൊങ്ങുന്ന പ്രതിഭാസം കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പലർക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. പലയിടങ്ങളിലും വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ട്. സുനാമി തിരമാലകളുടെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ജപ്പാൻ ഇപ്പോൾ അതീവ ഗുരുതരമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു. ന്യൂസ് ഡെസ്കിൽ നിന്ന് എസ് രാംകുമാറാണ് അതിന്റെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.